അപ്പൊ തുടങ്ങാം. തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവാൻ കാരണം മുഖ്യമന്ത്രിയാണെന്നാണ് CPI പറയണത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാണ്ട് ജയം എന്നുള്ള സാധനം നമ്മുടെ അടുത്തൂടെ വരില്ല. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവില് CPI അഭിപ്രായം പറഞ്ഞത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യാണ് തോൽവിക്ക് കാരണം എന്നാണ് പാർട്ടിക്ക് അകത്തും പുറത്തുള്ളവരുടെ അഭിപ്രായം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാലും പാർട്ടിയുടെ അകത്തുനിന്ന് ഇങ്ങനെയൊക്കെ വിമർശനം ഉന്നയിച്ചാല് ഞങ്ങളുടെ CM അത് എങ്ങനെ സഹിക്കും? ആർക്കും വേണ്ടാത്തൊരു ഏകാഗിയായി പോയില്ലേ ഇപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രി? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു. സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അതുകൊണ്ട് ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് CPI പറയണം. എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, ധാർഷ്ട്യവും ധൂർത്തും തുടർന്നിട്ടുണ്ടെങ്കിൽ വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരിയൊന്നും വരണം എന്നില്ലെന്ന്. എന്തായാലും ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന കൂർലോസ് പിതാവ് വിമർശനം ഉന്നയിച്ചപ്പോ അതിന് ആ സെൻസിൽ എടുക്കാണ്ട് പൊതുമധ്യത്തിൽ വെച്ച് അധിക്ഷേപിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? സാധാരണക്കാരെയും പുരോഹിതന്മാരെയും ഒക്കെ വേർതിരിവില്ലാണ്ട് ചീത്ത വിളിക്കാൻ നമ്മുടെ CM പ്രത്യേക കഴിവാണെന്ന് എല്ലാവർക്കും പണ്ടേ അറിയണതല്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുക. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. അല്ല, ഈ ധാർഷ്ട്യം തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായല്ലോ. തോറ്റു തുന്നം പാടിയിട്ടും അതിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം കാരണമാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തോൽവി ഉണ്ടായെന്ന് മുന്നണിക്ക് അകത്തുനിന്ന് വരെ വിമർശനം ഉണ്ടായിട്ടും ഒരു കൂസലും ഇല്ലാത്ത മുഖ്യമന്ത്രി. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്. ഇതുവരെ അതിലൊരു തിരുത്തലും വരുത്താത്ത ഡബിൾ ചങ്കന്റെ ചങ്കൂറ്റം സമ്മതിക്കണം കേട്ടാ.